ഒരു കുട്ടിയെ വളർത്തുക എന്നത് അക്ഷരാർത്ഥത്തിൽ അവരെ സ്വയം പ്രാപ്തരാക്കാനുള്ള ഒരു യാത്രയാണ്. സ്കൂളിലെ ഉയർന്ന മാർക്കുകളും സർട്ടിഫിക്കറ്റുകളും ഒരു കുട്ടിയെ മിടുക്കനാക്കിയേക്കാം. എന്നാൽ ജീവിതത്തിന്റെ യഥാർത്ഥ പരീക്ഷകളിൽ വിജയിക്കാൻ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നാളെ ഈ ലോകം നിങ്ങളുടെ കുട്ടിയോട് ഒരിത്തിരി ദയ പോലും കാണിച്ചേക്കില്ല. ആ കാഠിന്യത്തെ കോൺഫിഡൻസോടെ നേരിടാൻ ഈ 17 ലൈഫ് സ്കില്ലുകൾ അവർക്ക് അത്യാവശ്യമാണ്. അത് ഏതെല്ലാമാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തേത്, ലോകം എപ്പോഴും നീതിപൂർവമാണെന്ന് കരുതരുത്. ചിലപ്പോഴൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് അവഗണിക്കപ്പെടുകയും കൂടുതൽ ശബ്ദമുയർത്തുന്നവർക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നതിന് പകരം സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താൻ കുട്ടികളെ പഠിപ്പിക്കുക. രണ്ടാമത്തേത്, മനുഷ്യരുടെ വാക്കുകൾ മാത്രമല്ല അവരുടെ സ്വഭാവം കൂടി മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. പലരും പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമായിരിക്കും. ആളുകളുടെ പെരുമാറ്റ രീതികളും അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും തിരിച്ചറിയാൻ കുട്ടികളെ പഠിപ്പിച്ചാൽ അവർക്ക് ജീവിതത്തിൽ പറ്റുന്ന പല തെറ്റുകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ സാധിക്കും. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ സമയവും ശ്രദ്ധയും കാത്തുസൂക്ഷിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ സമയം കളയുന്നത് കൊണ്ട് ഒരുപാട് നല്ല അവസരങ്ങൾ പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്. സമയം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരുടെ ഭാവി കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും. നാലാമത്തേത്, മറ്റുള്ളവർ പരിഭ്രാന്തരാകുമ്പോൾ നിങ്ങൾ ശാന്തത പാലിക്കുക എന്നതാണ്. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇമോഷണൽ ആയിട്ടാണ് പ്രതികരിക്കാറുള്ളത്. എന്നാൽ ആ സമയത്ത് മനസ്സിടറാതെ ശാന്തമായി നിൽക്കാൻ കഴിയുന്നവർക്ക് മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, മറ്റുള്ളവർക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും കൊള്ളാവുന്ന ഒരാളായി അവർ മാറുകയും ചെയ്യും. അഞ്ചാമത്തേത്, നിങ്ങളുടെ മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഒരു കുട്ടിയുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങളാണ് അവളുടെ അല്ലെങ്കിൽ അവന്റെ ചിന്തകളെയും ശീലങ്ങളെയും പതുക്കെ രൂപപ്പെടുത്തുന്നത്. ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ആ നിമിഷത്തിൽ വളരെ എളുപ്പമായി തോന്നാം. എന്നാൽ സ്വന്തം തീരുമാനങ്ങളുടെയും തെറ്റുകളുടെയും ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നത് ചെറുപ്പത്തിലെ തന്നെ അവരെ പഠിപ്പിക്കുക. ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന കുട്ടികളാണ് വളർന്നു വരുമ്പോൾ കരുത്തരും പ്രാപ്തിയുള്ളവരുമായി മാറുന്നത്. ഏഴാമത്തേത്, നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ചില ആളുകൾ അവർക്ക് എന്തെങ്കിലും ലാഭമുള്ളപ്പോൾ മാത്രമേ സൗഹൃദം നടിക്കാറുള്ളൂ. അതുകൊണ്ട് വെറും മധുരമുള്ള വാക്കുകൾ കേട്ട് വീണു പോകാതെ ആളുകളെ തുടർച്ചയായ പെരുമാറ്റങ്ങളും പ്രവർത്തികളും കണ്ട് അവരെ വിലയിരുത്താൻ ശ്രമിക്കുക. എട്ടാമത്തേത്, നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പേരും പ്രശസ്തിയും അവിടെ എത്തിയിട്ടുണ്ടാകും. നമ്മൾ വളരെ സാധാരണമായ നിമിഷങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്നത് ഭാവിയിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുമെന്ന് തീരുമാനിക്കും. മറ്റുള്ളവർ എത്ര നിർബന്ധിച്ചാലും നോ പറയുക എന്നതാണ് അടുത്തത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മൾ കൃത്യമായി വിസമ്മതിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ്. മാന്യമായ രീതിയിൽ നോ പറയാൻ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. ഇത് കുട്ടികൾക്ക് അവരുടെ സമയവും മൂല്യങ്ങളും സ്വന്തം സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അടുത്തത്, പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ മറ്റു പല പ്രതിസന്ധികളും ഉണ്ടാക്കും. പണം എങ്ങനെ ലാഭിക്കണം, ചിലവഴിക്കണം, കൃത്യമായി പ്ലാൻ ചെയ്യണം എന്ന് ചെറുപ്പത്തിലെ മനസ്സിലാക്കുന്നത് ഭാവിയിലെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തിക അച്ചടക്കമാണ് ഒരു മനുഷ്യന് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നത്. അടുത്തത്, ഭൂരിഭാഗം വിജയങ്ങളും ഉണ്ടാകുന്നത് വിരസമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സ്ഥിരതയോടെ ചെയ്യുന്നതിലൂടെയാണ്. അച്ചടക്കം എന്നത് പലപ്പോഴും വളരെ സാധാരണമായ ഒരു കാര്യം പോലെയാണ് തോന്നുക. മറ്റുള്ളവർക്ക് താല്പര്യം നഷ്ടപ്പെടുമ്പോൾ പോലും കൃത്യമായി മുന്നോട്ട് വരാനും പരിശീലിക്കാനും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു നേട്ടമായി മാറും. അടുത്തത്, നിങ്ങളെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന ആളുകളിൽ നിന്നും ദൂരെ മാറി നിൽക്കുക. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് മാത്രം ചില തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. എപ്പോഴാണ് ഒരു കാര്യത്തിൽ നിന്നും പിന്മാറേണ്ടത് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ അന്തസ്സും മാനസികാരോഗ്യവും കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. അടുത്തത്, ലോകം ഒഴികഴിവുകളേക്കാൾ കൂടുതൽ യോഗ്യതയാണ് ബഹുമാനിക്കുന്നത്. ആളുകൾ നിങ്ങളുടെ വിശദീകരണങ്ങൾ കേട്ടേക്കാം, പക്ഷേ അവർ ഫലങ്ങളെയാണ് അംഗീകരിക്കുന്നത്. തെറ്റുകളെ ന്യായീകരിക്കുന്നതിന് പകരം പുതിയ കഴിവുകൾ പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. അടുത്തത്, മിക്ക അവസരങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങളിലാണ്. മറ്റുള്ളവർ ഒഴിഞ്ഞുമാറുന്ന ജോലികൾ പലപ്പോഴും വ്യക്തിപരമായ വളർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്കുന്ന കുട്ടികൾ മറ്റുള്ളവരെ വിശ്വാസം വേഗത്തിൽ നേടിയെടുക്കും. 15ാമത്തേത്, വൈകാരിക നിയന്ത്രണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു. ദേഷ്യവും പരിഭ്രാന്തിയും മോശം തീരുമാനങ്ങളിലേക്ക് നയിക്കും. മറ്റുള്ളവർക്ക് ശ്രദ്ധ നഷ്ടപ്പെടുമ്പോൾ പോലും ശാന്തത പാലിക്കുന്നത് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ സഹായിക്കും. നമ്മുടെ കരുതലും സ്നേഹവും താൽക്കാലികമായി സംരക്ഷണം നൽകുമെങ്കിലും ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകളിൽ അവർക്ക് തുണയാകുന്നത് ഈ ജീവിത നൈപുണ്യങ്ങളാണ്. അതിനാൽ ഈ ലൈഫ് സ്കില്ലുകൾ ഒട്ടും വൈകാതെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്